വളരെ റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന വെള്ളാരം കണ്ണുള്ള കരിമ്പുലിയെയും ആനയും അതുപോലെ തന്നെ കാട്ടിയും അങ്ങനെ ഒത്തിരി മൃഗങ്ങളെയും കണ്ട് ഒരു അടിപൊളി ബോട്ട് സഫാരിയും ജീപ്പ് സഫാരിയും ഒക്കെ ചെയ്യാൻ പറ്റിയ കർണാടകയിലെ ഏറ്റവും ബെസ്റ്റ് ടൈഗർ റിസർവാണ് ഭദ്ര ടൈഗർ റിസർവ്. അങ്ങോട്ടേക്കൊരു യാത്ര പോയാലോ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കർണാടകയിലെ ചിക്കമംഗ്ലൂരു ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഭദ്ര ടൈഗർ റിസർവിലാണ്. ചിക്മംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കാപ്പിയും മലനിരകളൊക്കെ ആണല്ലോ. പക്ഷേ അതിനേക്കാൾ വന്യമായ മറ്റൊരു മുഖം കൂടി ചിക്മംഗ്ലൂരിനുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബദ്രിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലക്കവള്ളി ഗേറ്റിലാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയോട് അടുക്കാറായി. ഈ നേരത്തെ ഒരു ചെറിയ തണുപ്പും കാട് ഉണർന്നു വരുന്ന ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ ബോട്ട് സഫാരിയും ജീപ്പ് സഫാരിയും ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ജീപ്പ് സഫാരിയിലേക്കാണ്. ലക്കവള്ളി റൂട്ട് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. ഭദ്ര ഡാമിൻ്റെ സൈഡ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ തന്നെ മൃഗങ്ങൾ ഈ ഡാമിൻ്റെ സൈഡ് വെള്ളം കുടിക്കാനൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഏകദേശം കുറച്ച് ദൂരം കൂടെ പോയിട്ട് വേണം ഭദ്ര ടൈഗർ റിസർവിൻ്റെ മെയിൻ എൻട്രിയിലോട്ട് എത്താൻ. ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല, ഇവരുടെ ജീപ്പിലോട്ട് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ ദേ നമ്മൾ മെയിൻ എൻട്രിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കാടിനി ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി ഗേറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള വണ്ടികളെല്ലാം ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വണ്ടി ആദ്യം പോയി തുടങ്ങി. അപ്പോൾ ഈ ഫസ്റ്റ് പോയപ്പോൾ ആദ്യം ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ചതി പിന്നീടാണ് മനസ്സിലായത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ടുള്ള ചുട്ടിപ്പരുന്നിനെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇനി രാവിലെ ഇരയെ തേടുന്ന വല്ല കോൺസെൻട്രേഷനിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആശാൻ തല ഇങ്ങോട്ട് ഒട്ടും തിരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം നോക്കിയെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവസാനം നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകേണ്ട വന്നു. അത്രയും നേരം നമ്മൾ തല തിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ചുട്ടിപ്പരുത്തിനെയൊക്കെ കണ്ട് നമ്മുടെ ജീപ്പ് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇതേ നമ്മുടെ മുന്നിൽ ഒരു കൂട്ടം ആനകൾ വന്നു പെട്ടത് കേട്ടോ. ഈ ഭദ്ര കാടുകളിൽ ആനകൾ പൊതുവെ ഷൈയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആനകൾ വേഗം ഉള്ളിലോട്ട് കയറിപ്പോവാൻ തുടങ്ങി. അങ്ങനെ സ്പീഡിൽ പോകുന്ന ഒരു കുട്ടിയാനയാണ് ഇതേ പോകുന്നത്. അങ്ങനെ ആനയെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജീപ്പിന് തൊട്ടടുത്തൂടെ ഈ ഒരു കുഞ്ഞൻ സ്പോട്ടഡ് ഡിയർ പോയത് കേട്ടോ. കണ്ടിട്ട് ചെറിയൊരു പ്രായമാണെന്ന് തോന്നുന്നു. സാധാരണ ഇവരെല്ലാം കൂട്ടമായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റൊരു സ്പോട്ടഡ് ഡിയറേയും കണ്ടില്ല കേട്ടോ. മിക്കവാറും കൂട്ടം തെറ്റിപ്പോയതായിരിക്കാനാണ് സാധ്യത. മിക്കവാറും ഇവിടുത്തെ ലെപ്പേർഡിൻ്റെ ഒരു തീറ്റ തന്നെയായിരിക്കും കേട്ടോ. വൈകാതെ നമ്മളേതോ പ്രിഡേറ്ററാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരം അതിങ്ങനെ പകച്ച് നിന്ന് നമ്മളെ കുറച്ച് നേരം നോക്കി. എന്നിട്ട് പിന്നെ അത് പതുക്കെ കാടിനകത്തേക്ക് കയറിപ്പോയി. ഇതാണ് ഇപ്പോഴത്തെ കാടിൻ്റെ അവസ്ഥ കേട്ടോ. മൊത്തം ഡ്രൈ ആയി, അതുപോലെ തന്നെ ഇലകളെല്ലാം പൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മൃഗങ്ങൾ എന്തെങ്കിലും ദൂരത്തുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെപ്പേർഡ് അല്ലെങ്കിൽ ടൈഗർ ഇതുപോലത്തിലുള്ള പ്രിഡേറ്റേഴ്സ് എല്ലാം ക്യാമോഫ്ലാഷ് കളറായത് കാരണം ഈ ചപ്പ് ചവറിനുള്ളിലൂടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മരത്തിൻ്റെ മേളിൽ കയറിയിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഡ്രൈവർ ചേട്ടന് പോയിട്ട് എന്തോ തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയും അധികം നേരം നിർത്തി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ആനയുടെ വിഷ്വൽസ് ഒന്നും കൂടുതൽ എടുക്കാനായിട്ട് നമ്മളെ സമ്മതിച്ചില്ല. പുള്ളി അപ്പോഴേക്കും വണ്ടി വിട്ടുപിടിച്ച്. അങ്ങനെ വിട്ടുപിടിച്ച അവസാനം ദേ നമ്മൾ ഭദ്ര ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പം നേരെ ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളൂ. ഏകദേശം 7-7:30 ആവാനായി. പക്ഷേ ചെറിയൊരു പൊടിക്കോടെ ഉള്ളതുകൊണ്ട് നമുക്ക് ദൂരത്തുള്ളൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് കിന്നരി നീർക്കാക്ക. നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന നീർക്കാക്കയുടെ അതേ വർഗത്തിൽപ്പെട്ടൊരു പക്ഷി തന്നെയാണ് ഈ നീർക്കാക്ക. ഇവരുടെ കൂട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ പക്ഷികളെ പോലെ കാടിനകത്തോ അല്ലെങ്കിൽ ഒരു ഇരുണ്ട പ്രദേശത്തോ മരങ്ങൾക്കുള്ളിലൊന്നും ആയിരിക്കില്ല ഇവരുടെ കൂട്. ഇതുപോലെ തുറസായിട്ടുള്ള വാട്ടർ ബോഡിയുടെ നടുവിലുള്ള ഏതെങ്കിലും ഉണങ്ങിയ മരങ്ങളിലോ അല്ലെങ്കിൽ കമ്പുകളിലൊക്കെ ആയിരിക്കും ഇവരുടെ കൂട്. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവർ സാധാരണ കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ്. ഇവർ ഈ മരത്തിൻ്റെ മേളിൽ കൂടുകൂട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ മറ്റു മൃഗങ്ങൾ, അതായത് കുറുക്കൻ, പാമ്പ് എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ വാട്ടർ ബോഡിയുടെ നടക്കാവുന്ന സമയത്ത് അത്തരം മൃഗങ്ങളിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല ഇവരുടെ ഭക്ഷണത്തിൻ്റെ ലഭ്യത. കൂടുതലും മീനിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഇവർക്ക് പെട്ടെന്ന് ഭക്ഷണം കണ്ടുപിടിക്കാനുള്ളൊരു ചാൻസും ഈ വാട്ടർ ബോഡിയുടെ നടുക്കാണ്. ഈ കാണുന്നതാണ് പെരുമുണ്ടി എന്നറിയപ്പെടുന്ന കൊക്ക്. ആശാൻ ഇരപിടിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ആശാന് മുന്നിലൊരു നീർക്കാക്കിയുള്ളതുകൊണ്ട് മീനുകളൊന്നും അധികം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇവരുടെ ഇരപിടിക്കുന്ന രീതി ഒരു കൗതുകം നിറഞ്ഞതാണ്.
ആള് നല്ലൊരു വേട്ടക്കാരനാണ് കേട്ടോ. ഇവരുടെ ഇര പിടിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അനങ്ങാതെ കുറേ നേരം നിൽക്കും. ഈ മീനുകളിൽ ഇവരുടെ കാലിൻ്റെ അടുത്തൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും അറ്റാക്കിങ്. അങ്ങനെയാണ് ഇവർ സാധാരണ മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കാക്ക ഉള്ളതുകൊണ്ട് ഇതിനങ്ങനെ മീനിനെ കിട്ടുന്നില്ല. ആ നീർക്കാക്ക ഇവനൊരു പ്രശ്നം തന്നെ കേട്ടോ. കുറേ നേരമായി ആശാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇരയെ പോലും കിട്ടാതെ, ഒരു മീനിനെ പോലും കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീർക്കാക്ക പോകുന്നതുകൊണ്ട് മീനുകളെല്ലാം വഴിമാറി പോകുന്നുണ്ടാവും. പക്ഷേ ഈ ആശാൻ ഒന്നും കിട്ടുന്നില്ല. ആശാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും അതാണല്ലോ അതിൻ്റെ ഒരു നിയമം. എല്ലാവർക്കും ഭക്ഷണം വേണമല്ലോ. എന്തായാലും മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും മൃഗങ്ങൾ ഈ ഡാമിൻ്റെ പരിസരത്തുണ്ടോ എന്ന് നോക്കി കുറച്ചു നേരം നിന്നു. പക്ഷേ മൃഗങ്ങളൊന്നും ഈ ഡാമിൻ്റെ പരിസരത്ത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ പൊടിക്കോടെയുള്ളത് കാരണം ദൂരത്ത് എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കധികം കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു കേട്ടോ. സൂര്യൻ അത് ഉദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ തണുപ്പും ആ കാലാവസ്ഥയ്ക്കുണ്ട്. അങ്ങനെ എങ്ങും അധികം നിർത്താതെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സഫാരി അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സഫാരി എന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് സ്ലോട്ട്. നമ്മൾ 2 സ്ലോട്ടോടെ ഒരുമിച്ചെടുത്തിട്ടാണ് നമ്മൾ സഫാരി വന്നേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു വെയിറ്റിംഗ് ഷെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിന് നടുക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ ഇവിടെ വന്ന് പുള്ളി കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ അടുത്ത സ്ലോട്ടിനുള്ള സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു മലബാർ സ്കുരലിനെ കണ്ടത്. കാട്ടിലൊരു ജിംനാസ്റ്റിക് തന്നെ കേട്ടോ. മരങ്ങളിൽ നിന്നും മരങ്ങളിലോട്ട് എടുത്ത് ചാടുന്ന സമയത്ത് ഇവൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണേണ്ടതാണ്. അത് ഇപ്പോൾ പുറകിലൂടെ ഒരു ഗ്രേലങ്കൂർ അവനെ ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് പോയി. ആശാൻ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അടുത്ത കായോ അല്ലെങ്കിൽ ചാടാനുള്ള സ്ഥലവും നോക്കി നിൽക്കുകയാണ്. അണ്ണാൻ വർഗ്ഗങ്ങളിലെ ഏറ്റവും വലിയ വർഗ്ഗം തന്നെ കേട്ടോ ഈ ജെയിൻ സ്ക്വറൽ അല്ലെങ്കിൽ മലബാർ സ്ക്വറൽ എന്നറിയപ്പെടുന്നത്. കാടിൻ്റെ എക്കോസിസ്റ്റം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവരാണ്. പിന്നെ എക്കോസിസ്റ്റം മാത്രമല്ല കേട്ടോ, ഇവരൊരു അലാം കൂടിയാണ്. അതായത് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും അനിമൽസ് താഴത്തൂടെ നടന്നു വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അനിമൽസിന് പെട്ടെന്ന് അലാം കൊടുക്കുന്നതിൽ ഒരു വ്യക്തി ഇവരാണ്. പിന്നെ അടുത്തതാണ് ഈ ലങ്കൂറുകൾ. ഇവരും അതുപോലെ തന്നെ അലാം കോൾ കൊടുക്കുന്ന ഒരു വർഗ്ഗത്തിൽ പെട്ടവയാണ്. ബാക്കിയുള്ള അനിമൽസിന് അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കാടിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്കിതേ ഈ 2 കാട്ടികളെ കിട്ടിയത്. ഇത് ഫീമെയിലാണ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടിട്ടാണ് നമ്മളത് ഫീമെയിലാണെന്ന് സാധാരണ മനസ്സിലാക്കുന്നത്. മെയിലാണെങ്കിൽ അതൊരു ജെറ്റ് ബ്ലാക്ക് കളറായിരിക്കും വരുന്നത്. പക്ഷേ ഫീമെയിലിന് ഈ ഒരു ബ്രൗൺ കളറായിരിക്കും വരുന്നത്. 2 പേരുണ്ട്. 2 പേരും കുട്ടികളാണ് കേട്ടോ. അധികം വലുപ്പമൊന്നുമില്ല. എങ്ങനെ കൂട്ടം തെറ്റി ഇതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളതാണ് അടുത്തത് അറിയാത്ത കാര്യം. ഈ കാട്ടിയുടെ വിഷ്വൽസ് മാത്രമാണ് നമുക്ക് കുറച്ചധികം കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ എവിടെയും കാടിനകത്ത് ഒരു അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അധികം നേരം നിർത്തുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഈ സഫാരി അവസാനിപ്പിച്ചിട്ട് വേറെന്തോ പരിപാടി ഉള്ള പോലെയാണ് പുള്ളി ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ വന്ന ഒരു വണ്ടിക്ക് ലെപ്പേർഡ് ലങ്കൂറിന് കില്ല് ചെയ്യുന്ന ഒരു ലൈവ് കില്ലിങ് കിട്ടി കേട്ടോ. നമ്മുടെ ഡ്രൈവർ എവിടെ നിർത്താതെ പോയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാഴ്ചകളൊന്നും അതിനകത്ത് കാണാൻ പറ്റില്ല. അവസാനം നമുക്ക് കിട്ടിയൊരു കാഴ്ചയാണ് ഈ കാട്ടുകൾ. അപ്പോൾ കുറച്ച് നേരം കാട്ടിയെങ്കിലും എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി നിർത്തി. ശരിക്കും ഇതുപോലെ കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ബുക്ക് ചെയ്തിരുന്ന സഫാരി അല്ലെങ്കിൽ ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോകാനുള്ള നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇല്ലാതാവും. അങ്ങനെ നമുക്ക് അടുത്തത് കിട്ടിയതാണ് ഈ പുള്ളിച്ചുണ്ടൻ താറാവിനെ. കേരളത്തിലെ വെറ്റ്ലാൻഡുകളിലൊക്കെ സുപരിചിതമായിട്ട് കാണുമെങ്കിലും ഒരു കൗതുകം തോന്നിയപ്പെടുത്താണ്. ഇതൊരു മെയിലാണ് കേട്ടോ. ഇതിൻ്റെ ചുണ്ടിന് മേളിലുള്ള ആ ഒരു ഓറഞ്ച് നിറമാണ് മെയിൽ. ഫീമെയിലിന് ഈ ഒരു കളർ ഉണ്ടാവുകയില്ല. അങ്ങനെ നമ്മുടെ ജീപ്പ് സഫാരി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങി. അങ്ങനെ നിരാശയോടെ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ചെറിയൊരു ആശ്വാസമായിട്ട് ഈ ഒരു പാണ്ടം വേഴാമ്പലിനെ കിട്ടുക. ഇതൊരു മെയിലാണ് കേട്ടോ. കുറച്ചു നേരം നമ്മുടെ മുന്നിൽ നിന്നെങ്കിലും പെട്ടെന്ന് ആശാൻ പറന്നുപോയി. ആ പച്ചപ്പിനിടയിൽ നിൽക്കുന്ന ഇവനാണ് ചെന്തലേൻ അരിവാൾ കൊക്കൻ. തലയ്ക്ക് പുറകിലെ ആ ഒരു കളർ തന്നെയാണ് ഇതിന് ആ പേര് വരാൻ കാരണം. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു കറുത്ത പക്ഷിയായിട്ട് തോന്നുമെങ്കിലും അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിലെ നീലയും അതുപോലെ തന്നെ പച്ചയുടെയും ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ആ വാലിൻ്റെ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല ഷെയ്ഡ് കാണാൻ പറ്റും. ഇവരെ ഇരപിടിക്കുന്നത് കൂടുതലും ഇതുപോലത്തെ ഡ്രൈ ലാൻഡിൽ നിന്നായിരിക്കും, വയലോ. അങ്ങനെ വളരെ നിരാശയോടുകൂടിയാണ് കേട്ടോ നമ്മൾ ആ ജീപ്പ് സഫാരി അവസാനിച്ച് തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് എത്തുന്നത്. പിന്നെ ഈ സഫാരികളുടെ ടൈമിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രാവിലെ 2 സ്ലോട്ടാണ് ഇവർക്കുള്ളത്. ഫസ്റ്റ് സ്ലോട്ട് തുടങ്ങുന്നത് 6 മണി ടു 7:30 വരെയും സെക്കൻഡ് സ്ലോട്ട് തുടങ്ങുന്നത് 8 to 9 വരെയും. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ സ്ലോട്ടുകളാണ് രാവിലെ 2 എണ്ണം.
ഇത് ബോട്ടിനും ഒരുപോലെയാണ്, അതുപോലെ തന്നെ ജീപ്പ് സഫാരിക്കും ഒരുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾ ജീപ്പ് സഫാരിക്ക് പോവുകയാണെങ്കിൽ രാവിലത്തെ 2 സ്ലോട്ടും ഒരുമിച്ച് എടുക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരും അതുപോലെ തന്നെ ഒരു ജീപ്പിനുള്ള ആൾക്കാരും ഒരുമിച്ച് ഈ 2 സ്ലോട്ട് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് എൻട്രി പോയിന്റിലോട്ട് വരേണ്ടതില്ല. ഈ 3 മണിക്കൂർ നമുക്ക് കാടിനകത്ത് കിട്ടും. പക്ഷേ ഇതുപോലത്തെ ഡ്രൈവേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3 മണിക്കൂർ കാടിനുള്ളിൽ കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല ഡ്രൈവേഴ്സൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈറ്റിങ്സ് കിട്ടാനും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ കിട്ടാനൊക്കെ ചാൻസ് ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വൈകുന്നേരം 4:30 ശേഷമുള്ള നമ്മുടെ ബോട്ട് സഫാരിയാണ് നമ്മൾ ഇനി എടുത്തിരിക്കുന്നത് കേട്ടോ. മിനിമം 6 പേര് വേണം, എന്നാലേ ബോട്ടും ജീപ്പും സഫാരികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബോട്ട് സഫാരിയുടെ പോയിന്റ് വേറൊരു സ്ഥലത്താണ് കേട്ടോ. ജീപ്പ് സഫാരി നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ബോട്ട് സഫാരിയുടെ പോയിന്റിലോട്ട്. അതായത് ഈ ഡാമിൻ്റെ സൈഡിലോട്ട് വരണം. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഏകദേശം ലൊക്കേഷൻ മനസ്സിലാവും. അങ്ങനെ ബോട്ടിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ നാട്ടുവേല് തത്തയെ കണ്ടു കിട്ടിയത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അടിപൊളി വേട്ടക്കാരാണ് കേട്ടോ. പറന്ന് നടക്കുന്ന തേനീച്ചകളെ പറന്ന് തന്നെ പിടിക്കാൻ പറ്റുന്ന ഒരു തരം പക്ഷിയാണ് ഇവർ. തേനീച്ചകളൊക്കെ പറന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ അവരുടെ വേഗത എത്രത്തോളം ഉണ്ടാവുന്നു. പിന്നെ ഇവരുടെ കൂടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ പക്ഷികളെപ്പോലെ മരത്തിലൊന്നും ആയിരിക്കില്ല ഇവർ കൂട് വെക്കുന്നത്. ഈ നമ്മുടെ മൺതിട്ടകളിലൊക്കെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ കൂട് നിർമ്മിക്കുന്നത്. ഇതാണ് വാൽഗുലുക്കി പക്ഷി. വാൽഗുലുക്കി പക്ഷികളിൽ തന്നെ ഏറ്റവും നീളമുള്ള വാലുള്ളതും ഈ ഒരു പക്ഷിക്കാണ്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരുതരം പക്ഷിയാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് ഭദ്ര ഡാമിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭദ്ര ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1947 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 1965 അത് പൂർത്തീകരിക്കുകയും ചെയ്തു. കർണാടകയുടെ ഒരു മൾട്ടി പർപ്പസ് ഡാമാണ് ഈ ഭദ്ര ഡാം എന്ന് പറയുന്നത്. കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷിക്കും പിന്നെ വൈദ്യുതി ഉണ്ടാക്കാനും ഇതിലെ ജലം യൂസ് ചെയ്യുന്നു. അങ്ങനെ ബോട്ട് സഫാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ തീരത്ത് കുറേ സ്പോട്ടഡ് ഡിയേഴ്സും അതുപോലെ തന്നെ ഗ്രേ ലംഗൂറൊക്കെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു ചെറിയ നിരാശ തോന്നി കേട്ടോ. കാര്യം ഇതിൻ്റെ അടുത്ത് പ്രിഡേറ്റേഴ്സ് ഒന്നുമില്ല. പ്രിഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ കുറച്ച് അലേർട്ടായിരിക്കും. ഇവിടെ ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂളായിട്ടായിരിക്കുന്നത്. ഭദ്രയിൽ വന്നതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ബിഗ് കാറ്റ്സ് തന്നെയാണ് കേട്ടോ. രാവിലത്തെ സഫാരി ഡ്രൈവർ കാരണം ചെറുതായി ഒന്ന് പാളിപ്പോയപ്പോഴും മൃഗങ്ങളൊക്കെ എത്ര കൂളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു നിരാശ തോന്നി കേട്ടോ. ഇതുവരെ വന്നിട്ട് നമുക്കൊരു ബിഗ് കാറ്റിനെ പോലും, അതായത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പാന്തറാണ്. ബ്ലാക്ക് പാന്തറെ പോലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശയിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് നദിക്കരയിൽ ഇതേ ഗ്രേ ഹെഡഡ് ഫിഷീകളെ കണ്ടത്. പേര് പോലെ തന്നെ ഇവരുടെ പ്രധാന ഭക്ഷണം മീൻ തന്നെയാണ് കേട്ടോ. ആശാൻ ഇരപിടിക്കുന്നത് സാധാരണ പരുന്നുകളെപ്പോലെ പറന്ന് നടന്ന് സ്കാൻ ചെയ്തിട്ടല്ല കേട്ടോ. ചെറിയൊരു മാറ്റമുണ്ട്. ആശാൻ നല്ല ഹൈറ്റുള്ള മരക്കൊമ്പിൽ ഇരുന്ന് സ്കാൻ ചെയ്യും എവിടെയാണ് മീനുള്ളതെന്ന്. അങ്ങനെ ഒരു മീനിൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞാൽ അപ്പം റാഞ്ചിക്കൊണ്ടും. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ ഭദ്ര തീരത്ത് കുറച്ചധികം നമുക്ക് ഫിഷികളെ കാണാൻ പറ്റും. നമുക്ക് ഫിഷിംഗ് ഒന്നും കിട്ടിയില്ല. ആശാൻ കുറച്ചു നേരം വെള്ളം കുടിച്ച് പിന്നെ ഒരു മരക്കൊമ്പിലിരുന്ന് പിന്നെ തിരിച്ച് നേരെ വീണ്ടും നദിക്കരയിൽ കയറി കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. അവരെല്ലാം ബ്ലാക്ക് പാന്തറിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ ബൈനോക്കുലറിലും കുറേ ആളുകൾ ക്യാമറയിലൂടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് ഒരു 3-4 ദിവസം മുമ്പാണ് ഇവിടെ അവസാനമായിട്ട് ബ്ലാക്ക് പാന്തറെ കൂടെ കാണാൻ പറ്റിയെന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്ത നിരാശ തന്നെ തോന്നി കേട്ടോ. പിന്നെയും ഒരു ചെറിയ ശുഭാപ്തി വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടല്ലേ, ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. നമുക്ക് എന്തായാലും സൂര്യൻ അസ്തമിക്കുന്ന വരെ ചാൻസ് ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ബോട്ടിൽ അത്ര നേരം ഇരുന്നത്. ഈ നിൽക്കുന്നതാണ് ഗ്രേ ഹെറോൺ അഥവാ ചാരമുണ്ടി. കൊക്കുകളുടെ രാജാവ് എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കൊക്കിന് പുറകിലായിട്ട്, അതായത് തലയുടെ പുറകിലായിട്ട് ചെറുതായിട്ടൊരു കിരീടം പോലെയുണ്ട്. കിരീടം എന്നല്ല, ഒരു ചെറിയ തൂവൽ പോലെയുണ്ട്. ഇത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന് ആ പേര് വരാൻ കാരണം. ക്ഷമയുടെയൊക്കെ നെല്ലിപ്പലക കാണുന്ന ആളുകളായിരിക്കും കേട്ടോ. ചിലപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്നിട്ടായിരിക്കും ഇവർ മീനിനെയൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് സഫാരിയിൽ ബോട്ടിന് പോകാൻ പറ്റുന്ന മാക്സിമം പോയിന്റിൽ പോയിട്ട് നമ്മൾ തിരിച്ച് മടങ്ങാണ് കേട്ടോ. നമുക്കിപ്പോഴും നമ്മുടെ ബിഗ് കാറ്റ്സിനൊന്നും കിട്ടിയിട്ടില്ല. സൂര്യൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങി, ലൈറ്റ് പോയി. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് കാറ്റ് നല്ലപോലെ അടിക്കുന്നതുകൊണ്ട് ബോട്ട് നല്ല ഉലച്ചിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നിരാശയോടെ തിരിച്ചു വരുന്ന സമയത്താണ് ഇതേ നമ്മൾ ആഗ്രഹിച്ച് വന്ന ആ കാഴ്ച നമ്മുടെ മുന്നിൽ കിട്ടുന്ന സാക്ഷാൽ ബ്ലാക്ക് പാന്തർ. നമ്മൾ വരുന്ന വഴി ഒരു പാറയുടെ ഇടയിൽ ആശാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ നോട്ടം കണ്ടില്ലേ, എന്തൊരു തീക്ഷ്ണതയാണ് ആ കണ്ണിൽ കത്തുന്നത്.
പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം മൃഗമാണെന്ന്. എന്നാൽ ഇത് ലെപ്പേർഡാണ് കേട്ടോ. ശരീരത്തിലുള്ള മെലാനിൻ്റെ വ്യത്യാസം കാരണം ഇത് ബ്ലാക്കായി പോകുന്നതാണ്. ആശാൻ ഇങ്ങനെ ആ പാറപ്പുറത്ത് കിടക്കുകയാണ്. അവൻ്റെ വെള്ള മീശയും ആ തിളങ്ങുന്ന കണ്ണൊക്കെ കാണുന്ന സമയത്തൊരു വല്ലാത്ത ഗാംഭീര്യം തന്നെയാണ് കേട്ടോ. ഈ ക്യാമറ ഇത്രയും ഷെയ്ക്കാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ കാറ്റ് ഒരുപാട് അടിക്കാൻ തുടങ്ങി, ബോട്ട് ഭയങ്കരമായിട്ട് ആടി ഒലയാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൾക്കാർ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ബോട്ട് ഭയങ്കര ഷെയ്ക്കാണ്. അപ്പോൾ മാക്സിമം സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇവനെ കണ്ടപ്പോൾ ഈ ട്രിപ്പിൽ അത്രയും നേരം ഉണ്ടായിരുന്ന നിരാശയും ക്ഷീണവും എല്ലാവർക്കും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതെ കേട്ടോ. ആശാൻ്റെ ചെവിയിൽ എന്തോ പ്രശ്നമുണ്ട്. ചിലപ്പോൾ അടികൂടിയപ്പോഴോ അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോയ സമയത്തൊക്കെ ചിലപ്പോൾ പരിക്ക് പറ്റിയതാവും. ഒരു ചെവി ഭയങ്കര താന്നിട്ടാണ് കിടക്കുന്നത്, ഒരു ചെവിയാണ് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് നേരം പാറക്കെട്ടുകൾക്കിടയിൽ കിടന്ന ശേഷം ഇന്നാ നിങ്ങൾ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞ പോലെ ആശാൻ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ കുറച്ച് നേരം കിടന്ന് വന്നു കേട്ടോ. എന്തൊരു കിടപ്പാണ്! ആ ഒരു ഗാംഭീര്യവും ആ ഒരു കണ്ണും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു പാറ്റേൺ. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെപ്പേർഡാണെന്ന് കറക്റ്റായിട്ടും മനസ്സിലാവും. അവൻ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആ നടത്തമൊക്കെ കണ്ട പണ്ട് മൗഗ്ലിയിൽ ബഗീരയെ കണ്ട ആ ഒരു കുട്ടിക്കാലത്തെ മെമ്മറീസൊക്കെ കേട്ടോ പെട്ടെന്ന് മിന്നി മാഞ്ഞു പോയേ. വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. ഇതൊരു സബ്ബഡൽ സ്റ്റേജ് കഴിഞ്ഞ ലെപ്പേർഡാണ് കേട്ടോ. സാധാരണ ഇവൻ്റെ കൂട്ടത്തിൽ 2-3 ലെപ്പേർഡ്സ് വേറെ ഉണ്ടാവുമെങ്കിലും നമ്മൾ വന്നപ്പോൾ ഇവനെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ആശാൻ ഇങ്ങനെ വീണ്ടും നിങ്ങൾ എന്നെ ഫോട്ടോ എടുത്തോ, ഞാൻ കുറച്ച് നേരം നടന്നു തരാമെന്നുള്ള രീതിക്കാണ് കേട്ടോ നടക്കുന്നത്. ഇതേ അവിടെ വീണ്ടും കിടന്ന് നമുക്ക് പോസ് തന്നേക്കാം, നിങ്ങൾ എന്നെ മതിയാവോളം എടുത്തോ എന്ന് പറഞ്ഞു. ലൈറ്റ് പോയതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും ഇവൻ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്നു വന്നു കേട്ടോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അത്രയും ഇരുണ്ട ആ കറുത്ത ശരീരത്തിൽ ആ വെള്ള മീശ ഇങ്ങനെ കാണുന്ന സമയത്ത് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് ചുമ്മാ ഒരു മീശയല്ല കേട്ടോ, അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. രാത്രി ഇരപിടിക്കാൻ പോകുന്ന സമയത്ത് കാറ്റിൻ്റെ ദിശയൊക്കെ ആ മീശയിലൂടെ സെൻസ് ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ടൈറ്റ് സ്പേസിലൂടെ അവരുടെ ബോഡി കടന്നു പോകും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അവരുടെ ആ മീശ, അതായത് ഫ്രണ്ടിലുള്ള വിസ്കർ കൊണ്ട് യൂസ് ആകും. ഇന്ന് അവന് ഹണ്ടിങ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, അതാണ് അവൻ ഇത്രയും സമാധാനത്തോടുകൂടെ കിടക്കുന്നത്. കുറച്ചധികം നേരം നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോസ് തന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഇളക്കം തന്നെ കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ക്ഷമിക്കണേ. പലതരത്തിലുള്ള പോസാട്ടോ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അത്രയും ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് പാന്തർ ആണെന്ന് തോന്നുന്നു ഈ ബദ്രിയിലുള്ളത്. ദേ ഇപ്പോൾ കാലുകൊണ്ടൊക്കെ ചൊറിഞ്ഞ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നവർ വേണമെങ്കിൽ എന്നെ ഈ ഒരു പോസിൽ ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ ചൊറിഞ്ഞ് വന്നു ആശാൻ. അമ്മ വന്നത് കിടന്നത് മാത്രമല്ല, ഇതുപോലെ അവരുടെ ശരീരത്തിലോ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണാനൊരു പ്രത്യേക ഭംഗി കൂടെയാണ്. മൊത്തം അവിടെ ഒരു 3 ബോട്ട് ഉണ്ടായിരുന്നു. ഈ 3 ബോട്ടുകളെ മാറി മാറി നോക്കണം കേട്ടോ. എല്ലാവർക്കും ചാൻസ് തരാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞല്ലേ. ദേ ഇപ്പം നമ്മളെയാണ് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം അടുത്ത ബോട്ടിനായി നോക്കുന്നത്. എല്ലാവരെയും ആശ നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ആ നോട്ടം നോക്കിക്കേ, എനിക്ക് പറ്റിയ ഇരകളാണോ ഈ ബോട്ടിലിരിക്കുന്നതെന്നുള്ളൊരു മട്ടിലാണ് അവൻ എങ്ങനെ ഇരിക്കുന്നത്. കിട്ടിയ ചാൻസിന് ചിലപ്പോൾ അവൻ ആരെങ്കിലും അടിച്ചിട്ടാലോ എന്ന് വരെ ചിലപ്പോൾ ആലോചന പോയിട്ടുണ്ടാവും. നമ്മൾ പക്ഷേ സേഫ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെയാണ് നമ്മൾ അവനെ നോക്കിയിരുന്നത്. അവനും കുറച്ച് കൂളാണെന്ന് തോന്നുന്നു. ഇരയൊക്കെ പിടിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലെപ്പേർഡിൻ്റെയൊക്കെ ഹണ്ടിങ് മിക്കവാറും രാത്രി ദിവസങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും ഇവർ കൂടുതൽ ഹണ്ട് ചെയ്യുന്നത്. ആശാൻ അങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പോസ് ചെയ്തുന്നതേ പതുക്കെ കാട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. കയറി പോകുന്നതിൻ്റെ അവസാനം നമുക്ക് നിന്ന് തിരിഞ്ഞൊരു പോസ് തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന സംഭവം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. വല്ലാത്തൊരു അനുഭവം, ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇന്ന് ഭയങ്കര നിരാശപ്പെട്ടു, പക്ഷേ ദൈവം കാണിച്ചു തന്നു. വളരെ സന്തോഷം. എക്സ്പീരിയൻസ് ഗുഡ്. എൻ്റെ ആദ്യത്തെ സന്തോഷമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ സന്തോഷമായിട്ട് പാടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിനെ കാണുന്നത്, അത് ഇത്രയ്ക്ക് അടുത്തായിട്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളിയായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്.
സ്റ്റില്ല് കിട്ടിയ അങ്ങനെ ബ്ലാക്ക് പാന്തറൊക്കെ കണ്ട് നമ്മുടെ സഫാരി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ബോട്ടിങ്ങിൻ്റെയും സഫാരിയുടെ ചാർജൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബുക്കിംഗ് ചാർജ് ബോട്ടിനും അതുപോലെ തന്നെ ജീപ്പ് സഫാരിക്കും ഒരാൾക്ക് വരുന്നത് 700 രൂപയാണ്. 1.5 മണിക്കൂറിൻ്റെ ഒരു സഫാരിക്ക് 700 രൂപ. ബസ്സാണെങ്കിൽ അത് 550 രൂപ. പക്ഷേ മിനിമം 6 പേര് വേണം കേട്ടോ ഈ എല്ലാ സഫാരി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 6 പേരുടെയും മുഴുവൻ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സഫാരി എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറയുടെ ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സഫാരിക്ക് 708 രൂപയാണ്. 70 mm ലെൻസിന് മേളിലുള്ള എല്ലാ ക്യാമറയ്ക്കും ഈ റേറ്റാണ് കേട്ടോ. റേറ്റ് വ്യത്യാസം ലെൻസിനനുസരിച്ച് വരുന്നില്ല. റോഡ് സൈഡ് കാണുന്ന ഈ ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഇവിടെ നിന്നാണ് നമ്മുടെ ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ബസ് സഫാരിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നേരിട്ട് കാണുന്ന റിസപ്ഷനിലാണ് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെയുള്ള വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. താങ്ക് യു.